people over here. I hope you all are doing well and safe. And most of you people know my name. In the channel, most of you people know my name. In case you have not met me before or if you are new to this channel, my name is Honey. I used to create makeup related content on my channel. And welcome back to my channel, The Gleam Family. So, in this video, a special video. You will skip the video full because it is a special video. Yes, you will thumbnail. I'm gonna make kajal today. I'm going to share an ancient recipe for your beautiful eyes. It has been used since the ages to beautify the eyes and keep them healthy too. Our eyes can speak a lot about a person. നമ്മുടെ കണ്ണുകൊണ്ട് സംസാരിക്കും എന്നൊക്കെ പറയത്തില്ലേ. സോ നമ്മുടെ ബോഡിയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ് കണ്ണല്ലേ. നമുക്കും സമ്മർ ടൈമാണ്. സോ കണ്ണിന് കൂടുതലും ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹോം മെയ്ഡ് കാജൽ നമുക്ക് യൂസ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ കാജൽസ് ഒന്നും നമ്മുടെ കണ്ണിന് ചിലപ്പോൾ ഇപ്പം ഈ സമ്മർ ടൈമിൽ നമുക്ക് ഇൻഫെക്ഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു ചെറിയൊരു DIY ചെയ്യാം. DIY കാജലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. This is one of the interesting DIY recipe that I make at home. അപ്പോൾ നമുക്ക് വീഡിയോ അധികം ലെങ്തി ആക്കാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. വിതൗട്ട് മച്ച് ഫർദർ ഡ്യൂ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ വീഡിയോ. അപ്പോൾ നമുക്കിതിൽ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളാണ്. നമുക്ക് വേണ്ടത് 2 കപ്സ് അല്ലെങ്കിൽ 2 ബൗൾ വേണം. പിന്നെ ഒരു എർത്തേൺ ലാമ്പ് അല്ലെങ്കിൽ എനി അതർ ലാമ്പ്. നമുക്ക് നോർമലി നമ്മൾ വിളക്ക് കത്തിക്കത്തില്ല, അങ്ങനത്തെ ലാമ്പും യൂസ് ചെയ്യാം. ബാദാം സീഡ്സ് വേണം. നമുക്ക് ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ സാഫ്രോൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂവ്, അത് ഓപ്ഷണലാണ്, നമുക്ക് ഉണ്ടെങ്കിലും മതി ഇല്ലെങ്കിലും ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ഹോം മെയ്ഡ് പ്യോർ ഗീ, കൗ ഗീ. അത് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതിൽ എന്തായാലും അവർ ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണും. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന പ്യുവർ ഗീ യൂസ് ചെയ്യാം. ബിക്കോസ് ഇത് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് എല്ലാവർക്കും യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഫോം വേണം ഇത് യൂസ് ചെയ്യാൻ. പിന്നെ നമുക്ക് വേണ്ടത് കാരം സീഡ്സ് അല്ലെങ്കിൽ അജ്വൈൻ എന്ന് പറയും. ഇതിൻ്റെ മലയാളം എനിക്കറിയത്തില്ല എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഡൈജസ്റ്റ് ആവാൻ വേണ്ടി ഫുഡൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ് അജ്വൈൻ സീഡ്സ്. അപ്പോൾ നിങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാവുമായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. Come on. First you place 2 cups upside down for the support and make sure you are using the same size cups or bowl for the support and keep a lamp in between the bowls. Ingredients നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ അജ്വൈൻ സീഡ്സ്. നമുക്ക് കുറച്ച് ഹോം മെയ്ഡ് പ്യുവർ ഗീ വേണം. ഇത് ബാദാം പൗഡർ ഫോമിലാണ് എടുക്കുന്നത്. ഇത് സാഫ്രോൺ, ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ കുറച്ച് അജ്വൈൻ കോട്ടൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് അത് ക്ലോസ് ചെയ്യണം. സോ ദാറ്റ് സീഡ്സ് ഡോണ്ട് കം ഔട്ട്. യൂസ് എ ലിറ്റ് ബിറ്റ് ഓഫ് ഗീ ടു മേക്ക് ഇറ്റ് സ്റ്റിക്ക് ടുഗദർ. പ്ലേസ് ഇറ്റ് കെയർഫുള്ളി ഇൻസൈഡ് ദ ലാമ്പ്. ഇനി നല്ല വൃത്തിയുള്ള കോട്ടൺ എടുക്കണം. ഈ കോട്ടൺ ഞാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. സോ മേക്ക് എ തിക്ക് വിക്ക് ബൈ മേക്കിംഗ് എ പാർട്ടീഷൻ ഇൻ ഇറ്റ്. നമ്മൾ കുറച്ച് ഗീ ലാമ്പിൽ ഫിൽ ചെയ്യണം. ഫിൽ സം ഗീ ഇൻ ദ ലാമ്പ് ആൻഡ് യു ക്യാൻ യൂസ് ദ വോം ഗീ. ആഫ്റ്റർ ദീസ് ലിറ്റ് ദ ലാമ്പ് with the help of a matchbox and place a flat plate on it by using the support of 2 cups and let it stay that way and wait for a few hours. ഇപ്പോൾ നല്ല ബേൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. Now it's completely burned. You can see the wick is completely burned and the plate and the cups looks all black due to the soot, and this is the kajal. Now let the plate cool down. After this you can scrap out the soot by using a knife or a spoon and store it in an empty container. ഞാൻ ഇപ്പോൾ ഒരു എംപ്റ്റി കണ്ടെയ്നർ എടുത്തിട്ട് അതിൽ ഈ സ്ക്രാപ്പ് ചെയ്ത കാജൽ അത് സ്ക്രാപ്പ് ചെയ്തിട്ട് കാജൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൗഡർ ഫോമിലാണ് കാജൽ കിട്ടുന്നത്. അതിൽ കുറച്ച് ഗീ മിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ കാജൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല കളറാണ്, നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ്, നല്ല പ്യുവർ കാജലാണ്. അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ഇവിടിച്ചിരുന്ന് അപ്ലൈ ചെയ്തായിരുന്നു. ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല നല്ല കളറുണ്ട്. കണ്ണിന് നല്ലൊരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവരുണ്ടെങ്കിൽ. സോ ദാറ്റ്സ് ഇറ്റ്. I hope you guys found this video helpful. If you really like this video, please do like, share and subscribe. I will see you all on my next video. Till then, bye. Have a nice day to all of you. Eat well, sleep well and enjoy your life.
I shall see you on next video. Till then, bye. Have a nice day to all of you.